എല്ലാവരും തനിക്ക് ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. തളർന്നും തകർന്നു ഇരുന്നപ്പോൾ ധൈര്യം തന്ന് ഉണർത്തിയത് എൻ്റെ പൊന്നുമകളാ. വൻ ഭൂരിപക്ഷത്തോടെ ഇലക്ഷനിൽ ജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ജയവും എനിക്കൊരു തോൽവി തന്നെയാണ്. കുടിക്കാൻ സംഭാരം എടുക്കട്ടെ മേഡം? സന്തോഷം, അത് മതി. ഇപ്പൊ ചൂടല്ലേ? ഇങ്ങതാ. അല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത മനുഷ്യരുണ്ടോ? ദൈവങ്ങൾ തന്നെ തമ്മി വഴക്കുണ്ടാക്കുന്നു, പിന്നെയാണ് മനുഷ്യര്. അല്ലേ അംബികെ? അതേ മുണ്ടക്കലമ്മേ. അല്ല, മുണ്ടക്കലമ്മ ഇവിടെ ഉള്ളതേ എനിക്ക് വലിയ സന്തോഷം കേട്ടോ. സമയം പോകുന്ന അറിയില്ലല്ലോ. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം തള്ളിത്തിരി കൂടുതലാ. അല്ല പ്രിയേ, എന്റെ പഴയ പി ഇല്ലേ ഇവിടെ? ജയൻ ഇവിടെ ഇല്ല മേഡം. ആ, ഇലക്ഷൻ 8 നിലയിൽ പൊട്ടിയതോടെ അനന്തം പിള്ള അകത്തായി. അനന്തം പിള്ളയുടെ പുറകെ നടന്ന കുറെ അലവലാദികൾ ഒളിവിലുമായി. എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജയനെ തിരക്കിയിട്ട് പോലീസ് കിടക്കുക. അവൻ അണ്ടർഗ്രൗണ്ടിലാ. എന്ന് വെച്ച് ജയേട്ടൻ ആരുടെയും ഒരു പൈസയും കട്ടെടുത്തിട്ടില്ല മേഡം. ഏതൊരു ഭാര്യ അങ്ങനെയല്ലേ പറയൂ? മേഡം, ഹോ, സുഖായി. മനസ്സും ശരീരവും ഒന്ന് തണുത്തു. അല്ല, ഞാൻ എന്തിനാ തൽക്കാലം ഇങ്ങോട്ട് താമസം മാറുന്നേന്ന് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. എന്തായാലും ഞാൻ പറയാം. പ്രതാപനെ ഡൽഹിയിൽ യാത്ര. ശേഖരനും യാമിനിയും കോയമ്പത്തൂർക്ക് പോയി. പിന്നെ ഋതികയ്ക്കും രാജുവിനും ഒരു ഹണിമൂൺ ട്രിപ്പ്. യെസ്, യാമിനി തിരികെ വരുന്നതുവരെ ചേച്ചിക്ക് രാജുവിന്റെ വീട്ടിൽ താമസിക്കാം. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷായി മോളെ. രാധമേ, അമ്മായിക്ക് ഏത് മുറിയാ കൊടുക്ക? ഒരു കാര്യം ചെയ്യാം. ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി പ്രിയയുടേതാ. എന്തായാലും ജയനും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. മോളെ, നീ ആ റൂം അമ്പിയുമായിടത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുത്തേ. മുറി അതാകെ അലങ്കോലായിട്ട് കിടക്കുക. ഞാനതൊന്ന് ക്ലീൻ ചെയ്തോട്ടെ. അല്ല, മുറി ഒഴിഞ്ഞു തരുന്നതിൽ പ്രിയയ്ക്ക് ബുദ്ധിമുട്ടാവോ? ഏയ്, എന്തു ബുദ്ധിമുട്ട്? അവളത് ക്ലീനാക്കാൻ പോയിരിക്കയല്ലേ. മാത്രമല്ല, ജയൻ സ്ഥലത്തിലില്ല മാഡം. ആ, ജേട്ടാ, ഇങ്ങോട്ട് വാ. ജേട്ടാ. ഓ, എന്താടി പ്രിയേ? പണി പാളി ജേട്ടാ. ഇടിവണ്ടി ഉൾപ്പെടെയാണോ പോലീസ് വന്നിരിക്കുന്നത്? ഇത് പോലീസൊന്നും അല്ല. പിന്നെ നിങ്ങളുടെ പഴയ യജമാനത്തി, എക്സ് മിനിസ്റ്റർ അംബിക. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വിഴുങ്ങി അംബികയെ? അതെ, അവരിങ്ങോട്ട് താമസം മാറി. നമ്മൾ ഈ മുറി ഒഴിഞ്ഞു കൊടുക്കണോന്ന്. ജേട്ടാ, ജീവൻ രക്ഷിച്ച ആ സിസ്റ്ററെ ഇടയ്ക്കിടയ്ക്കെങ്കിലും വിളിച്ചില്ലെങ്കിൽ അത് നന്ദിയടാ. എല്ലാവരും തനിക്ക് ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. തളർന്നും തകർന്നു ഇരുന്നപ്പോൾ ധൈര്യം തന്ന് ഉണർത്തിയത് എൻ്റെ പൊന്നുമകളാ. വൻ ഭൂരിപക്ഷത്തോടെ ഇലക്ഷനിൽ ജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ജയവും എനിക്കൊരു തോൽവി തന്നെയാണ്. ചേച്ചി, ദേ വർമ്മ സാറാണ്. പ്രതാപേട്ടനോ? ദൈവമേ, ഞാൻ എന്താ പറയണ്ടേ? എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യേ.
ഹലോ സർ. ഞാൻ വിളിച്ചിട്ട് സിസ്റ്റർ വന്നില്ല. എനിക്ക് വലിയ പരിഭവമുണ്ട് കേട്ടോ. ക്ഷമിക്കണം സർ, എനിക്ക് വലിയ തിരക്കായിപ്പോയി. ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു അഭ്യുതകാംക്ഷയുടെ സാന്നിധ്യം കൂടി വേണമെന്ന് തോന്നി. അതൊരു തെറ്റാണോ? ഒരിക്കലും അല്ല സർ. സാറിനെ പോലെയുള്ള വലിയ ആളുകള് എന്നെ പോലെയുള്ളവരെ അന്വേഷിക്കുന്നത് എന്റെ മഹാഭാഗ്യമാ. പിന്നെന്താ വരാതിരുന്നേ? അത് ഞാൻ പറഞ്ഞല്ലോ സർ, തിരക്കായിപ്പോയി. എന്തായാലും ഞാനിപ്പോ ഒരു ഡൽഹി യാത്രയിലാ. ഞാൻ തിരിച്ചു വരുമ്പോ സിസ്റ്ററുടെ നമ്പർ ട്രേസ് ചെയ്ത് സിസ്റ്ററുടെ ലൊക്കേഷൻ ഞാൻ കണ്ടെത്തിക്കോളാം. എന്നിട്ട് അവിടെ വന്നിട്ട് സിസ്റ്ററെ കണ്ടിട്ട് മാത്രമേ വീട്ടിലേക്ക് പോകൂ. അയ്യോ, അതൊന്നും വേണ്ട സർ. ഡൽഹിയിൽ നിന്ന് വരുന്ന എന്നാന്ന് എന്നെ അറിയിച്ചാ മതി. ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരാം. ആർ യു ഷുവർ? ആ, വരാം ഞാൻ. താങ്ക് യു സിസ്റ്റർ. ചേച്ചി ഇത് എന്തുദ്ദേശിച്ചുള്ള പുറപ്പാടാ? ഇതൊരു പ്രശ്നമാവില്ലേ? പ്രശ്നമാവണമെങ്കിൽ ആവട്ടെ, ഇതിനൊരു അവസാനം വേണമല്ലോ. എന്റെ മകൾക്കും മരുമകനും ഒരു പ്രശ്നം വരരുത്. അല്ലാതെ ഇത് തീർക്കണം. തീർത്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ പ്രതാപേട്ടനോട് കാണിക്കുന്നൊരു വഞ്ചനയായി പോവും. ഇപ്പൊ കുഞ്ഞുമക്കള് രണ്ടുപേരും കൂടെ ടൂറ് പോവുകയാണല്ലേ? പോകാണെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഒരു വല്ലാത്ത ചോദ്യം? ഇതൊക്കെ വാത്സല്യം കൊണ്ട് ചോദിക്കുന്നതല്ലേ വേണുവാശാന്? പിള്ളേര് ഇത്ര സന്തോഷകരമായ യാത്രയ്ക്ക് പോകുമ്പം നമുക്കെന്തോ ഒരു ആനന്ദമാണെന്നറിയാമോ? അതിന് നിങ്ങൾ അവരുടെ അമ്മയൊന്നുമല്ലല്ലോ. ഞാൻ ഇവരെ പ്രസവിച്ചിട്ടില്ലായിരിക്കാം. ഓ, പക്ഷെ എനിക്ക് ജനിക്കാതെ പോയ കുഞ്ഞുമക്കളാ ഇവർ രണ്ടുപേരും. ഈ പ്രത്യേക വാത്സല്യത്തിന് എന്തോ കാര്യമുണ്ടല്ലോ വേണുവേട്ടാ. ഉണ്ട്, ഉണ്ടാവൂലോ, വഴിയേ മനസ്സിലാവും. അല്ല, ഈ യാനവരട്ടിപ്പാറ ബ്രിട്ടീഷ് ബംഗ്ലാവ് എവിടെയാണ് അംബികെ? വയനാട്ടിലോ അതോ മൂന്നാറിലോ? എവിടെ ആകണമെന്നാ മുണ്ടക്കലമ്മയുടെ ആഗ്രഹം? അല്ല, പേര് കേൾക്കുമ്പം തന്നെ കാട്ടുമൃഗങ്ങളുടെ അലർച്ചയാ ചെവിയില്. ഓ, കൊടുങ്കാടായിരിക്കും. ഇവരെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല. ഒരു സഹായത്തിന് ഞാനും കൂടെ വരാം.